സുഹൃത്തുക്കളെ, ജെഎസ്ഐയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഇതുവരെ കഴിഞ്ഞ വെടിക്കെട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെടിക്കെട്ടിന്റെ ആദ്യത്തെ 2 മിനിറ്റ് ഞാനിവിടെ പ്ലേ ചെയ്യാണ്. ഇത് നേരിൽ കണ്ട ഞാനടക്കമുള്ള ഒരുപാട് പേരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വെടിക്കെട്ടാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വെടിക്കെട്ട് നമുക്ക് ഇഷ്ടമായി എന്നതിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മറ്റുമായി ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് നല്ലത് പറയുമ്പോഴും ചിലരൊക്കെ ഇതിനെക്കുറിച്ച് നെഗറ്റീവ്സും പറയുന്നുണ്ട്. അവരൊക്കെ ഈ വെടിക്കെട്ട് നേരിട്ട് കണ്ടവരായിരിക്കണം എന്നില്ല, ചിലപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും അഭിപ്രായങ്ങൾ പറയുന്നത്. എങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി തന്നെ ഈ വെടിക്കെട്ടിനെ കുറിച്ചൊന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വെടിക്കെട്ട് നേരിട്ട് കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകളും മറ്റും ഷെയർ ചെയ്യുന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വെടിക്കെട്ട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് മുഴുവൻ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ നെഗറ്റീവ്സ് കൂടി കുറച്ചൊന്ന് നോക്കാം. ഇതിൽ പറഞ്ഞ 1-2 നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഭയങ്കര ലാഗ് ആയിരുന്നു എന്നാണ്, രണ്ടാമത് എഫക്റ്റ് കുറവായിരുന്നു എന്നാണ് തുടക്കത്തിൽ. അതിൻ്റെ കാരണം നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ അടുത്ത കാലത്ത് കണ്ട വെടിക്കെട്ടുകൾ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ട്രാക്കുമാണ്. അതുപോലെ തന്നെ സമയം കൊണ്ടും വളരെ ദൈർഘ്യം കൂടിയ ഒരു വെടിക്കെട്ടുമാണ്. ഇതൊരു 13.5 മിനിറ്റ് ദൈർഘ്യം വരുന്ന വെടിക്കെട്ടാണ്. കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഏതാ വെടിക്കെട്ടെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വെടിക്കെട്ട് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പൊതുവെ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, അത് പൊട്ടുന്ന ആ ഒരു സ്റ്റൈൽ നോക്കിയാൽ മനസ്സിലാവും എല്ലാം ഡൈനാസാണ് തുടക്കത്തിൽ വെച്ചിട്ടുള്ളത്. അത് അത്യാവശ്യം ഫാസ്റ്റിൽ തന്നെയാണ് പോകുന്നത്, ലെങ്ത്തിൽ ഉള്ളത് കൊണ്ട് മാത്രം. അതായത് നമ്മൾ അടുത്ത് വെച്ചൊരു ഓലപ്പടക്കം പൊട്ടിക്കാൻ നല്ല എഫക്റ്റ് ഫീൽ ചെയ്യും, കുറച്ച് ദൂരെയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറയും. സൗണ്ടിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വെടിക്കെട്ട് കാണാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഈ രണ്ട് ട്രാക്കിൻ്റെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. പക്ഷേ ഇവിടെ ഒന്നില്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കാം, അല്ലെങ്കിൽ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കാൻ പറ്റും. ഈ ഒരു ട്രാക്കിൽ അങ്ങനെയാണ് അവിടെ നമുക്ക് സജ്ജീകരിച്ചിട്ടുള്ളത്, അങ്ങനെ നിൽക്കാനുള്ള സൗകര്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുന്നവർക്ക് സ്റ്റാർട്ടിങ് ഇത്തിരി ഡിലേ ആയിട്ട് ഫീൽ ചെയ്യാം. പിന്നെ ഇത് അത്ര എഫക്റ്റ് തോന്നാത്തതിൻ്റെ മറ്റൊരു റീസൺ, മരങ്ങൾ മറവൽ വന്നതുകൊണ്ട് തന്നെ കത്തുന്നതും നമുക്ക് പൊങ്ങുന്നതും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതും കൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊരു ഗംഭീരമായ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്തേനെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുലർച്ചെ വെടിക്കെട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ട്രാക്ക് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചപ്പോൾ കിലോമീറ്ററുകൾ താണ്ടി മറവിലേക്ക് പോയി എന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഈ ഒരു വെടിക്കെട്ടിൻ്റെ വീഡിയോ കണ്ടു മാത്രം അഭിപ്രായം പറയുന്നതോടെ എനിക്കൊന്നേ പറയാനുള്ളൂ. ഇതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ മിക്കവാറും പേരും എടുത്തിട്ടില്ല, അവസാനത്തെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ തന്നെ ഇത്ര തിരക്കിൽ ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് വീഡിയോ എടുക്കാൻ വളരെയധികം പാടുപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഫുൾ ലെങ്ത് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക. അപ്പോൾ ഈ 13 മിനിറ്റ് വീഡിയോയിൽ ആദ്യത്തെ 2 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത് ലാഗൊന്നും ഇല്ലാത്ത ഗംഭീരമായ ഒരു സ്റ്റാർട്ട് തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഈ വെടിക്കെട്ടിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൂടെ ഒന്ന് വിശകലനം ചെയ്യണമെന്നുണ്ട്, അത് നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം.